ശ്രീ മോഹൻ വർഗീസ്, 2 ദിവസമായി നമ്മൾ കാണുന്ന ഒരു കാര്യം, ഒരു കൈകൊണ്ട് അന്നം തരാൻ കൈ നീട്ടുകയാണ് ബംഗ്ലാദേശ്. 50,000 ടൺ അരി കുറഞ്ഞ വിലയ്ക്ക് തരൂ, ഞങ്ങൾക്കിവിടെ ഭക്ഷ്യധാന്യ പ്രതിസന്ധി നേരിടുന്നു എന്ന് ഒരു വശത്ത് കൂടെ പറഞ്ഞുകൊണ്ട് ഒരു കൈ നീട്ടുകയാണ്. മറുകൈ കൊണ്ട് നോക്കൂ, അവിടുത്തെ ഹിന്ദു വംശഹത്യയ്ക്ക് എതിരിൽ ഒരു തരത്തിലും അറുതിയില്ലാത്ത വിധത്തിൽ അവിടെ ഭീകരമായ താണ്ഡവം നടക്കുകയാണ്. കഴിഞ്ഞ 48 മണിക്കൂറിനിടെയുള്ള കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. 4 ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്. ഒരു പുരോഹിതനെ അടക്കം കൈകാലുകൾ ബന്ധിച്ച് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയാണ് ഒരു ക്ഷേത്ര പരിസരത്ത് നിന്ന്. ഇത് എങ്ങനെയാണ് ഇത് രണ്ടും കൂടി പൊരുത്തപ്പെട്ടു പോകുക? നീലിമ, ഇതിന് പറയുന്ന പേര് പാരഡോക്സ് എന്ന് പറയും. വൈരുദ്ധ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഇപ്പോഴത്തെ ബംഗ്ലാദേശ്. യഥാർത്ഥത്തിൽ നടുവ് നിവർത്തി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടുത്തെ വിതരണ പ്രക്രിയ ആകമാനം അട്ടിമറിക്കപ്പെട്ടു. ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് അവസാന ഘട്ടത്തിൽ ഷെയ്ഖ് ഹസീന പുറത്തു പോകുന്ന ആ ഒരു ഘട്ടത്തിൽ $48 ബില്യൺ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഉണ്ടായിരുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. അതിനുള്ള പ്രധാന കാരണം അവിടുത്തെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ വലിയ തോതിലുള്ള വളർച്ചയും എക്സ്പോർട്ട് പൊട്ടൻഷ്യലുമാണ്. അങ്ങനെയാണ് വിദേശ നാണ്യ ശേഖരമുണ്ടാകുന്നത്. അതുമാത്രമല്ല, ഒരു വലിയ റെഡിമെയ്ഡ് ഗാർമെൻസിൻ്റെ വലിയ തോതിലുള്ള എക്സ്പോർട്ട് വിപണിയായി ആ രാജ്യം വരികയാണ്. അതുപോലെ കാർഷിക രംഗത്ത് വന്ന അഭിവൃദ്ധി, ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വന്ന നല്ല തോതിലുള്ള പവർ സപ്ലൈയുടെ ഒരു വിതരണം, ഇതെല്ലാം തന്നെ ബംഗ്ലാദേശിൻ്റെ അടിസ്ഥാന സൗകര്യത്തെയും ബയോടെക്നോളജിയെയും ഫുഡ് പ്രൊഡക്ഷനെയും എല്ലാം തന്നെ ബൂസ്റ്റപ്പ് ചെയ്ത് നിർത്തി. അതുകൊണ്ട് ഭാരതത്തിൽ നിന്നും വലിയ തോതിൽ ചരിത്രപരമായി സഹായം നേടിയെടുത്ത ബംഗ്ലാദേശ് വൺ ഫൈൻ മോർണിംഗ് പെട്ടെന്ന് ഭാരത വിരുദ്ധമാകുകയാണ്, ഹൈന്ദവ വിരുദ്ധമാവുകയാണ്, ഭാരതത്തിൻ്റെ മണ്ണിൽ കണ്ണുവയ്ക്കുകയാണ്. ഇത് ഏതോ ഒരു പാർശ്വവൽകൃതൻ ജൽപ്പനങ്ങൾ എന്ന നിലയിൽ നമുക്ക് വേണേൽ തള്ളിക്കളയാം. ഇന്ത്യയുടെ മണ്ണ്, ബംഗ്ലാദേശിനും കൂടി ഇന്ത്യയുടെ ചില മണ്ണുകൾ, പശ്ചിമ ബംഗാൾ എന്ന സംസ്ഥാനം, ആസാം, ത്രിപുര മേഖലകൾ വിശാല ബംഗാളിൻ്റെ അല്ലെങ്കിൽ വിശാല ബംഗ്ലാദേശിൻ്റെ ഭാഗമാണ് എന്ന നിലയിൽ ഒരു ആഗ്രഹം ഏതോ ഒരു വ്യക്തി ബംഗ്ലാദേശിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ അത് അവഗണിക്കാവുന്നതേ ഉള്ളൂ. ചന്ദ്രനെ നോക്കി ശ്വാനൻ ഓലിയിടുന്നത് പോലെ അവഗണിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശ് സർക്കാരിൻ്റെ മുഖ്യ വിധാതാവ്, അദ്ദേഹം മുഹമ്മദ് യൂനുസിൻ്റെ പ്രധാനപ്പെട്ട ഉപദേശകരിൽ ഒരാളായ ഒരു സ്റ്റുഡൻറ്റ് ലീഡർ കൂടെയായ മഹ്ഫൂസ് ആലം. അദ്ദേഹം ഒരു കാര്യം പറയണമെങ്കിൽ അത് ചിന്തിച്ചുറപ്പിച്ചായിരിക്കണമല്ലോ. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെയും റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെയും ഒരു വിശാല പദ്ധതി എന്ന രീതിയിൽ ഇത് പറഞ്ഞു വെക്കുകയാണ്. ഇതിനെ പറയുന്നത് ഫീലർ എന്നാണ്. ഒന്ന് പറഞ്ഞു വെക്കുക, കളത്തിലേക്ക് ഒരു തൊപ്പി എറിഞ്ഞിടുക എന്ന നിലയിലാണ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ ഇതിൻ്റെ പാരഡോക്സ് എന്ന് പറയുന്നത് സ്വന്തം ഭൂമി പോലും അയൽ രാജ്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ബർമയിൽ നിന്നും കടന്നു വരുന്ന ഭാഗം, അപ്പം ചില തീവ്ര റാഡിക്കൽ വിഭാഗങ്ങൾ, ആർമീസ്, അറാക്കൻ സൈന്യങ്ങൾ, അതേക്കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം. ആ ഒരു സൈനിക വിഭാഗത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് പോലും സ്വന്തം ഭൂമി സംരക്ഷിച്ച് നിർത്താൻ ത്രാണിയില്ലാത്ത, പാങ്ങില്ലാത്ത ബംഗ്ലാദേശ് വലിയ വായിലെ വർത്താനം പറയുന്നു എന്നതിൽ കവിഞ്ഞ് അർത്ഥം കൊടുക്കേണ്ടതില്ല. പക്ഷേ ബംഗ്ലാദേശിൻ്റെ ജനതയുടെ മനസ്സിനെ ഇളക്കാൻ തക്ക പ്രസ്താവന സാഹിത്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള അതിശക്തമായ താക്കീത്, അത് വ്യക്തമായി തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും വ്യക്തമായി തന്നെ ആ താക്കീതുണ്ടായി. അലക്ഷ്യമായ പ്രസ്താവനകൾ വലിയ ദൂരവ്യാപകമായ ഫലമാണ് ഉണ്ടാക്കുന്നത് എന്ന രീതിയിലുള്ള പ്രസ്താവനകളുണ്ടായി. അതുകൊണ്ട് ഇന്ത്യ യഥാർത്ഥത്തിൽ ഇപ്പോൾ കാര്യമായ ഒന്നും നേരിട്ട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ സന്നാഹങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഇന്ത്യ ചരിത്രപരമായി തന്നെ ബംഗ്ലാദേശിൻ്റെ വിഷയത്തിൽ ഇന്ത്യ വളരെ സമയമെടുത്ത് പഠിച്ച് 71 യുദ്ധത്തിൽ തന്നെ പെട്ടെന്ന് ബംഗ്ലാദേശിൻ്റെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഇന്ത്യൻ സൈന്യം ഇരച്ചു കയറുകയായിരുന്നില്ല. അത് ജനുവരി ഫെബ്രുവരിയിൽ ഉണ്ടായ ഒരു വിഷയം. ഡിസംബർ 2-ാം തീയതിയാണ് ആ സൈനിക ഒരു നീക്കം അവിടേക്ക് നടന്നത്. അതുകൊണ്ട് ഇന്ത്യ വളരെയധികം സ്റ്റഡി ചെയ്യുന്നു. ബംഗ്ലാദേശിൻ്റെ പടിഞ്ഞാറൻ മേഖല, വടക്ക് കിഴക്കൻ മേഖല, തെക്ക് കിഴക്കൻ മേഖല, ഈ 3 മേഖലകളും, അതുമാത്രമല്ല ബംഗ്ലാദേശിൻ്റെ ദക്ഷിണ സമുദ്രങ്ങൾ, ചിറ്റഗോങ് തുറമുഖവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ, ഇതെല്ലാം തന്നെ ശക്തമായ നിരീക്ഷണത്തിലാണത്. മാത്രമല്ല ബംഗ്ലാദേശ് അതിർത്തിയിൽ ഭാരതത്തിൻ്റെ ഒരു പരിധിവരെ സൈനിക വിന്യാസമുണ്ട്, എക്സസൈസുകളുണ്ട്, മിലിറ്ററി എക്സസൈസ്.
അതുകൊണ്ട് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഭാരതവുമായി 4000 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു വൻ സൈനിക ശക്തി കൂടിയായ ഭാരതം, സാമ്പത്തിക ശക്തിയുമാണ്, സൈനിക ശക്തിയുമാണ്. ആ ശക്തിക്കെതിരെ ഇതുപോലെ ഒരു പ്രസ്താവന നടത്താമെന്നല്ലാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാനുള്ള ഡിഫാക്റ്റോ ഒരു ത്രാണിയില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഇതിനെ ഒരു പ്രസ്താവന സാഹിത്യത്തിന് ഉപരിയായി ഒന്നും കാണേണ്ടതില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഭാരതം ജാഗരൂകരായിരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ശ്രീ RV ബാബു സൂചിപ്പിച്ച ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ്, അത് ബംഗ്ലാദേശിൻ്റെ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ചല്ല ഇപ്പോൾ നമ്മൾ ബോധേഡാകേണ്ടത്. ദ ഡീപ് സ്റ്റേറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതാണ് ഇവിടെ പ്രവർത്തിച്ചത് എന്ന് ഏതാണ്ട് എല്ലാ സൂചനകളും വരുന്നു. ആ ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമായി മൾട്ടി ബില്യനേഴ്സുണ്ട്. ജോർജ് സോറോസിനെ പോലെയുള്ള ആളുകളുണ്ട്. ഹിലാരി ക്ലിൻ്റനും ബിൽ ക്ലിൻ്റനും ഒബാമയും എല്ലാം ചേർന്ന ഒരു പൊളിറ്റിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പുണ്ട്. അതുമാത്രമല്ല അദൃശ്യരായ മറഞ്ഞിരിക്കുന്ന ശക്തികളുണ്ട്. അതിൻ്റെ ഭാഗമല്ലല്ലോ ഡൊണാൾഡ് ട്രംപ്. ഇപ്പം ജനം അമേരിക്കയിൽ മാൻഡേറ്റ് നൽകിയത് ഡൊണാൾഡ് ട്രംപിനാണ് അടുത്ത 4 വർഷത്തേക്ക്. പക്ഷെ അദ്ദേഹം അധികാരത്തിൽ എത്തിയിട്ടില്ല. അതിന് മുൻപുള്ള ഈ സമയം ഇത് ജസ്റ്റേഷൻ പീരീഡാണ്. ഈ പീരീഡ് പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിൻ മൂർധന്യത്തിലെത്തിക്കാൻ ഇപ്പോഴും മറഞ്ഞിരിക്കുന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ പ്രധാന കാരണം ബംഗ്ലാദേശിൻ്റെ തെക്കൻ മേഖലയിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനൊരു കണ്ണുണ്ട്. അതുകൊണ്ടാണ് സെയിൻറ്റ് മാർട്ടിൻ ദ്വീപുകൾ വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു താവളത്തിന് വേണ്ടി അല്ലെങ്കിൽ ലീസിന് തരണം എന്ന ആഗ്രഹം അമേരിക്കൻ രാഷ്ട്രീയ നേതൃത്വം അനൗപചാരികമായി ഷെയ്ഖ് ഹസീനയോട് പറഞ്ഞപ്പോൾ ഷെയ്ഖ് ഹസീന വേണ്ട ഗൗരവം കൊടുത്തില്ല. കാരണം ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അവിടെ ഒരു അമേരിക്കൻ താവളം ഉണ്ടാകുന്നത് ഭാരതത്തിൻ്റെ, ബംഗ്ലാദേശിൻ്റെ എക്കാലത്തെയും സുഹൃത്തായ ഭാരതത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അനുരൂപമാവില്ല. അമേരിക്കയ്ക്ക് 2 ഉണ്ട്. കാരണം ആ പ്രദേശത്തൊരു ഫുട് ഹോൾഡ് ഉണ്ടെങ്കിൽ ഇന്ത്യ വളർന്നു വലുതാകുന്നത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ നാവികസേനയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാം. അതുപോലെ തന്നെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം ബേ ബംഗാൾ മേഖലയിൽ ചൈനീസ് നേവിയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ തടയിടാം. അങ്ങനെ ട്വിൻ ഒബ്ജക്റ്റീവ്സ് ആണ് അമേരിക്ക ഉണ്ടായിരുന്നത്. പക്ഷെ അത് നടന്നില്ല എന്നതുകൊണ്ടാണ് പ്ലാൻ 2 എന്ന രീതിയിൽ ആഭ്യന്തരമായി ഒരു ഭരണകൂട അട്ടിമറി എൻജിനീയർ ചെയ്ത് ആളുകളെ പ്ലാന്റ് ചെയ്ത്, മോൾസിനെ പ്ലാന്റ് ചെയ്ത് അത് വലിയ രൂപത്തിൽ വന്നു. അങ്ങനെ പ്ലാന്റ് ചെയ്യപ്പെട്ട ഒരു അമേരിക്കൻ മോൾ ആണ് ഈ പറയുന്ന അലം എന്ന് പറയുന്ന മഖ്ഫൂസ് അലം എന്ന് പറയുന്ന ആൾ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിലെ അർത്ഥമെന്ന് പറയുന്നത് ഭാരതത്തിനെ ആശങ്കപ്പെടുത്തുക, ഭാരതത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ സബ് കോണ്ടിനെൻ്റൽ ഇന്ത്യയിലേക്കും ബേ ബംഗാൾ റീജിയനിലേക്കും കേന്ദ്രീകരിക്കുക വഴി ഭാരതം ഒരു ഇൻ്റർ കോണ്ടിനെൻ്റൽ പവറായി വളരുന്നതിന് മുൻകൂട്ടി തന്നെ ഓടുന്ന പട്ടിക്ക് 4 മുഴം മുന്നേ എറിഞ്ഞു വെക്കുന്ന ഒരു അമേരിക്കൻ തന്ത്രം ഇതിന് പിന്നിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് ഈ പ്രസ്താവനയെ തികച്ചും പുച്ഛീകരിച്ച് നിർദോഷമായി കാണേണ്ട ആവശ്യമില്ല. പിന്നിൽ ആരാണ് എന്നതൊക്കെ വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട്. മാത്രവുമല്ല പ്രതിപക്ഷ കക്ഷികൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൻ്റെ കൂടി ഒരു അഭിപ്രായം ആരായേണ്ടതുണ്ട്.